ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചെയിൻ്റെ പേരാണ് ക്രീപ്പിംഗ് ചെയിൻ. ക്രീപ്പിംഗ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ ഷേപ്പിൽ വരുന്ന ചെയിനെയാണ് ക്രീപ്പിംഗ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രീപ്പിംഗ് ചെയിൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോട്ടിട്ട് എടുത്തിട്ടുണ്ട് ത്രെഡിന്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്ന പോലെ തന്നെയാണ് ക്രീപ്പിംഗ് ചെയിൻ വരുന്നത്. ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നതിലും കുറച്ചുകൂടി ചെറിയ അളവിൽ സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോഴാണ് ക്രീപ്പിംഗ് ചെയിൻ്റെ കറക്റ്റുള്ള ആ വളവെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതായത് ചെയിൻ നമ്മൾ ഒത്തിരി വലുതാക്കി ചെയ്യരുത്, ചെറിയ ചെയിൻ കൊടുത്ത് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുത്തി താഴെ ചുറ്റി മുകളിലേക്ക് എടുക്കുമ്പോൾ റൈറ്റ് ലെഫ്റ്റ്, കുത്തി ചുറ്റി റൈറ്റ് ലെഫ്റ്റ്, നീഡിൽ ഇതുപോലെ തിരിച്ചു കൊടുത്ത് നമ്മൾ ഈ കർവെല്ലാം കറക്റ്റായിട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ സ്റ്റിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ വളവെല്ലാം കറക്റ്റായിട്ട് വളഞ്ഞു വരുള്ളൂ. വലിയ അളവിലുള്ള ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞു സ്റ്റിച്ച് കൊടുത്ത് പോകുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ത് പെർഫെക്റ്റായിട്ടാണ് ഈ സ്റ്റിച്ച് വരുന്നതെന്നുള്ളത്. നല്ല പെർഫെക്റ്റായിട്ട് ഈ സ്റ്റിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, നമ്മൾ ഈ ഡിസൈൻ ഏത് ഭാഗത്തേക്കാണോ ഫേസ് ചെയ്ത് പോകുന്നത് ആ ഭാഗത്തേക്ക് ഈ നീഡിലിൻ്റെ ഹെഡ് പാർട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് ഈ സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഈ ഒരു ഷേപ്പിൽ കുത്തി ചുറ്റി റൈറ്റ് ലെഫ്റ്റ്. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് പോകണം. ക്രീപ്പിംഗ് ചെയിൻ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയിൻ സ്റ്റിച്ച് എടുത്ത പോലെ തന്നെ താഴേന്ന് വരുന്ന 2 ത്രെഡും ഒരേപോലെ മേളിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എന്നാൽ മാത്രമേ ചെയിൻ കറക്റ്റായിട്ട് നമുക്ക് വരുള്ളൂ. ഇവിടെ വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യുവാണ്. കട്ട് ചെയ്തിട്ട് താഴെയുള്ള ത്രെഡ് വലിച്ചെടുക്കണം. മുകളിലത്തെ ത്രെഡ് ഇതുപോലെ പിടിച്ച് നീഡിൽ താഴേന്ന് കുത്തി താഴോട്ട് വലിച്ചെടുക്കണം. ക്രീപ്പിംഗ് ചെയിൻ ഇപ്പം നമുക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ സെയിം ക്രീപ്പിംഗ് ചെയിനിൽ കൂടി ലീഫും കൂടി വരുന്നതായിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ക്രീപ്പിംഗ് ചെയിൻ മാത്രം ഇങ്ങനെ ചെയ്ത് പോയിട്ട് ലീഫ് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരാം. പക്ഷേ അതിനേക്കാളും ഒന്നുകൂടി എളുപ്പം നമുക്ക് ഈ ക്രീപ്പിംഗ് ചെയിൻ്റെ ഒപ്പം തന്നെ, അതായത് ഈ സ്റ്റെമ്മും ലീഫും ഒരേപോലെ കംപ്ലീറ്റ് ആകുന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ലീഫിൽ കൂടി ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്ന് ഈ ലീഫിൽ കൂടി ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. അപ്പോൾ ഒരേ ടൈമിൽ നമുക്ക് സ്റ്റെമ്മും ലീഫും കംപ്ലീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിലെ ത്രെഡാണ് എടുത്തേക്കുന്നത്. നമുക്ക് ക്രീപ്പിംഗ് ചെയിൻ കൊടുത്ത് തുടങ്ങാം.
ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ലീഫിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഈ ലീഫിൻ്റെ എൻഡിലെത്തുമ്പോൾ ഈ ഷാർപ്നെസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു കുഞ്ഞ് ചെയിൻ കൊടുക്കണം. എന്നിട്ട് റിവേഴ്സിൽ ലീഫ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകണം. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിവിടെ എത്തി. ഇനി വീണ്ടും നമ്മൾ ഈ സ്റ്റെമ്മിൽ കൂടി മുകളിലേക്കുള്ള സ്റ്റിച്ച് കൊടുത്തു പോകണം. ഇനി ഇവിടെ നിന്ന് ലീഫിലേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ലീഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. തിരിച്ച് ഇതേപോലെ വന്ന് ആ സ്റ്റെമ്മിൽ വരുമ്പോഴേക്കും ആ ലീഫിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആവും. വീണ്ടും നമ്മൾ അതിന് മുകളിലേക്ക് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് പോവുകയാണ്. കണ്ടോ, ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരേ ടൈം തന്നെ ഇതിൻ്റെ സ്റ്റെം പോർഷനും ലീഫ് പോർഷനും കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ത്രെഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഒന്നിച്ച് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റെമ്മിലേക്ക് സ്റ്റിച്ച് കൊടുക്കണം. ഇനി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും ഈ ലീഫിൻ്റെ ഈ ആദ്യത്തെ ഭാഗത്തുകൂടി ഇങ്ങനെ പോയി ഇങ്ങനെ വരാനല്ല നോക്കേണ്ടത്. രണ്ടാമത്തെ ഭാഗത്തുകൂടി പോയിട്ട് ഇതുവഴി വന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ എല്ലാത്തിലും കൊടുക്കുന്നത്. അതിന് പല പല ഷേപ്പ്, അതായത് ചെയിൻ സ്റ്റിച്ചിൻ്റെ തന്നെ ലെങ്ത്ത് കൂടി വരുന്നു, ലെങ്ത്ത് കുറഞ്ഞു വരുന്നു, അത് കർവ് ഷേപ്പിൽ ചെയ്യുന്നു, പിന്നെ അത് അടുപ്പിച്ചും അകത്തിയൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ചിൻ്റെ പേരിൽ വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ആരി വർക്കിൽ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ലീഫും കംപ്ലീറ്റ് ആയി. ത്രെഡ് കുത്തിയെടുക്കുമ്പോൾ കട്ടായി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ത്രെഡ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ത്രെഡ് പൊങ്ങിയിരിക്കുന്ന പോലെ വരും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറച്ചധികം ത്രെഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സ്റ്റെമ്മും ലീഫും കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ നമ്മൾ ആദ്യമേ ത്രെഡ് 2 സ്റ്റാൻഡ്സിൽ എടുക്കുന്ന സമയത്ത് കുറച്ചധികം നീളത്തിൽ എടുത്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് ത്രെഡ് പെട്ടെന്ന് തീർന്നു പോകും.
എത്തിയപ്പോൾ എൻ്റെ ത്രെഡ് ഒരെണ്ണം തീർന്നു പോയി, അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രമായിട്ട് വന്നേക്കുന്നത്. നിങ്ങളെടുക്കുമ്പോൾ കുറച്ചധികം നീളത്തിൽ ത്രെഡ് എടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ക്രീപ്പിംഗ് ചെയിൻ വെച്ചിട്ട് സിംഗിൾ ലൈനും അതുപോലെ തന്നെ ലീഫ് വരുന്ന ലൈനും കംപ്ലീറ്റ് ആക്കിയിരിക്കുവാണ്. ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കണം. സ്കെയിൽ യൂസ് ചെയ്ത് 2 സൈഡിൽ ഇതുപോലെ വരച്ചിട്ട് അതിനുള്ളിൽ കൂടി വളഞ്ഞൊരു ചെയിൻ കൊടുത്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ വളച്ച് വരച്ചിട്ട് ആ വളവ് വരുന്ന ഭാഗത്തായിട്ട് ഓരോ ലീഫ് വരച്ചിട്ട് ഇതേപോലെ സ്റ്റെമ്മും ലീഫും ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.